മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മാത്തമാറ്റിക്സിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ട്രിക്കാണ്. അത് വേറൊന്നുമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അവർ പലപ്പോഴും വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്പേഴ്സ് ആഡ് ചെയ്യുക. അത് വിരലുകൾ ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയാണ്, ഒരു ട്രിക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ആദ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ ട്രിക്ക് നമ്മൾക്ക് പഠിക്കണമെങ്കിൽ വിരലിൻ്റെ ആവശ്യമില്ല, നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടതെന്ന് ആദ്യം ഞാൻ പരിചയപ്പെടുത്താം. ഫസ്റ്റിൽ നമ്മൾക്ക് അറിയേണ്ടത് 1 മുതൽ 18 വരെ തുടർച്ചയായി വേഗത്തിൽ പറയാൻ കഴിയുന്ന കഴിവ് നേടുക എന്നുള്ളതാണ്. 1 2 3 4 ഇപ്പം തുടർച്ചയായിട്ട് 3 നമുക്ക് എപ്പോഴും പറയാൻ പറ്റണം. ഇതിലത്തെ ഒരു നമ്പർ പറഞ്ഞാൽ തുടർച്ചയായി അതിൻ്റെ 3 നമ്പർ വരെ നമുക്ക് പറയാൻ കഴിയണം. ഞാൻ 8 എന്ന് പറഞ്ഞാൽ 9 10 11 നിങ്ങൾക്ക് പറയാൻ പറ്റണം. 5 എന്ന് പറഞ്ഞാൽ 6 7 8 പറയാൻ പറ്റണം. 4 5 6 7 ഇങ്ങനെ ഒരു നമ്പർ പറഞ്ഞാൽ ആ നമ്പറിന് തൊട്ടടുത്ത 3 നമ്പർ വരെ പെട്ടെന്ന് നമുക്ക് പറയാനുള്ള കഴിവാണ് നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ടത്. അത് നിങ്ങൾക്കറിയാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. 15 എന്ന് പറഞ്ഞാൽ 16 17 18. ഓക്കെ, 12 എന്ന് പറഞ്ഞാൽ 13 14 15. അത് ഇംഗ്ലീഷിലും അതേമാതിരിയുള്ള കഴിവ്, എഫിഷ്യൻസി നിങ്ങൾ നേടിയെടുക്കണം ആദ്യം. അത് ഈസി ആണല്ലോ, അത് നിങ്ങൾക്ക് സ്പീഡിൽ പറയാൻ പറ്റുമല്ലോ. 18 വരെയുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര പറയും? 15 എന്ന് പറഞ്ഞാൽ 16 17 18. കറക്റ്റ്, അത്ര വരെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ആദ്യം പഠിച്ചു വെക്കുക. ഓക്കെ, സ്പീഡിൽ പറയാൻ പറ്റും. ഓക്കെ, രണ്ടാമത് അറിയേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. 1 + 1 എന്ന് പറഞ്ഞാൽ 2, അതറിയാത്ത കുട്ടികൾ ഉണ്ടാവില്ല. 2 2 4, അതും അറിയാത്തവരുണ്ടാവില്ല. 3 3 6 അറിയാത്തവരുണ്ടാവോ? ഇതും അറിയാൻ സാധ്യതയുണ്ട്. ഇരട്ടി അറിയാൻ പറ്റും. 3 3 6, 4 4 8 അറിയാം. 5 5 10. ഓക്കെ, ഇത്ര വരെ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. 5 5 10, 4 4 8, 3 3 6, 2 2 4. അത് ഇംഗ്ലീഷിലും അതേമാതിരി പറയാം. 2 + 2 4, 3 + 3 6, 4 + 4 8, 5 + 5 10. അപ്പോൾ അത് നിങ്ങൾ ആദ്യം കൃത്യമായിട്ടത് പഠിച്ചു വെക്കുക. 1 മുതൽ 5 വരെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നീട് 6 6 കൂട്ടിയാൽ 12, 7 7 14, 8 8 16, 9 9 18. ഇതിലറിയാത്ത 1 2 നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വരിക. ഇതിലറിയാത്ത ഏതെങ്കിലും, എല്ലാം അറിയാത്ത ഒന്നും ഉണ്ടാവില്ല, 1 2 ഉണ്ടെങ്കിൽ അത് കൃത്യമായി പഠിച്ചു വെക്കുക. 9 9 അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക. 18, 9 + 9 18. ഓക്കെ, 8 8 അറിയാത്തവരുണ്ടെങ്കിൽ 8 + 8 16, 8 8 16. അതൊന്ന് കൃത്യമായി പഠിച്ചു. വെള്ളം പോലെ എന്ന് പറയാറില്ല, നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടണം. 7 + 7 എന്ന് പറയുമ്പോൾ 14, 7 7 14 എന്ന് കിട്ടണം. പെട്ടെന്ന് സ്പോട്ടിൽ കിട്ടണം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഏത് നമ്പറുകളും വളരെ എളുപ്പത്തിൽ കൂട്ടാൻ പറ്റും. ഓക്കെ, ഇത്ര പേർ റെഡിയായല്ലോ. 1 മുതൽ 18 വരെ സ്പീഡിൽ പറയാം. ഒരു നമ്പർ പറഞ്ഞാൽ തുടർച്ചയായ 3 നമ്പർ പറയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, ഈ നമ്പറുകളുടെ എല്ലാം ഡബിള്, ഇരട്ടി നമുക്ക് പറയാൻ കഴിയുക. 9 9 18 വരെ. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് നോക്കത്തോളൂ. ഇത് നോക്കൂ. 5 + 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് അല്ലേ? അപ്പോൾ 5 + 1, ഒരു നമ്പർ കഴിഞ്ഞാൽ 5 കഴിഞ്ഞിട്ട് ഒരു നമ്പർ കഴിഞ്ഞാൽ എനിക്ക് എത്രയോ 6 അല്ലെ? നിങ്ങൾക്ക് അത് അറിയാം. 5 + 1 എന്ന് പറഞ്ഞാൽ 5 1 6 അറിയാം. ഇതെല്ലാം ഞാനിവിടെ വെറുതെ എഴുതി വെച്ചു മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലേ? ഓക്കെ, 8 1 9. ഇതറിയാത്ത കുട്ടികളൊന്നും കാണില്ല, എല്ലാ കുട്ടികൾക്കും ഇതറിയുന്നുണ്ടാവും. ഓക്കെ, 3 + 2. 3 + 2 എന്ന് പറയുമ്പോൾ ഈ 2 ആണ് നമ്മളുടെ അറിയേണ്ട കാര്യം. ഓക്കെ, ഈ 2, ഇത് 1 ഉണ്ട്. 1 നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്നതുകൊണ്ട് പിന്നെ ഈ ഏത് നിയമത്തിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി 2 മുതൽ ഞാൻ പറയാം. 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 3 + 2 ആണല്ലോ. ഓക്കെ, 3 കഴിഞ്ഞിട്ട് തുടർച്ചയായ 2 നമ്പർ നിങ്ങൾ പറയാം. 3 കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് തുടർച്ചയായ 2 നമ്പർ 4 5. അപ്പോൾ അതിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. 5 എന്ന് കിട്ടിക്കഴിഞ്ഞു. 6
ഇവിടെ 2 ആണുള്ളത്. അപ്പൊ തുടർച്ചയായ 2 നമ്പർ പറയാം. തുടർച്ചയായ 2 എണ്ണം. അപ്പൊ ഏതാ വരിക? 7, 8. അപ്പൊ ഇത് വെച്ചിട്ട് തുടർച്ചയായ 2 എണ്ണം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. 7ഉം 2ഉം തുടർച്ചയായ 2 എണ്ണം. അത് നമുക്ക് എത്ര കിട്ടും? 8, 9 എത്താം. 9. 5ഉം 2 തുടർച്ചയായ 2 എണ്ണം. 6, 7. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 7, 4, 2, 5 ആണ്. അപ്പൊ കിട്ടിയത് 6. അതേമാതിരി 3 എണ്ണം. ഇത് ഉത്തരം വരെ നമുക്ക് പ്രശ്നമുണ്ട്. 4ഉം 3ഉം ആണ്. അപ്പൊ 4 കഴിഞ്ഞിട്ട് 3 എണ്ണം തുടർച്ചയായിട്ട്. അപ്പൊ 4ന്റെ 3 എണ്ണം തുടർച്ചയായിട്ട് എന്താ വരിക? 4ന്റെ 3 എണ്ണം തുടർച്ചയായിട്ട് 5, 6, 7 എത്തും അല്ലെ? അപ്പൊ അതിന്റെ ആൻസർ 7. 4ഉം 3ഉം 7. 7ന്റെ തുടർച്ചയായ 3 എണ്ണം. 3 ഉണ്ട് തുടർച്ചയായ 3 എണ്ണം. 8, 9, 10. അപ്പൊ ആൻസർ കിട്ടി നമുക്ക് 10 കിട്ടി. 8 തുടർച്ചയായ 3 എണ്ണം. 9, 10, 11. അപ്പൊ ആൻസർ കിട്ടി 11. 2, 3. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരെ ചെയ്യാം. 3ഉം 2ഉം എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, 3ഉം 2ഉം എടുത്താലും എത്ര കിട്ടും? നമുക്ക് 5 എന്ന് കിട്ടും. അത് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം നിങ്ങൾക്ക്. ഏത് രീതിയിൽ ചെയ്യാം? 6 തുടർച്ചയായ 3 എണ്ണം. 7, 8, 9. ഓക്കെ, 7, 8, 9. ഈ 2ന്റെ തുടർച്ചയായ 3നെ കാട്ടി നല്ലത് 3ന്റെ 2 എണ്ണം എടുക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് അതിന്റെ ആൻസർ ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ വലിയ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ നമ്പറാണ് വരുന്നതെങ്കിൽ 3 എണ്ണം തുടർച്ചയായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കതിന്റെ ആൻസർ എഴുതി കഴിഞ്ഞു. ഇനി ഇവിടെ 12 ഉണ്ട് വിചാരിച്ചോ, 12 വിചാരിച്ചോ. അപ്പൊ തുടർച്ചയായ 3 എണ്ണം എന്ന് പറയും 13, 14, 15. അപ്പൊ ആൻസർ എത്രയായി? 15 കിട്ടും. ഓക്കെ, അപ്പൊ 3 എണ്ണം. 3 ആണ് കൂട്ടുന്നതെങ്കിൽ തുടർച്ചയായ 3 എണ്ണം പറയാം. 2 ആണ് കൂട്ടി പറയുന്നതെങ്കിൽ തുടർച്ചയായ 2 എണ്ണം പറയാം. പിന്നെ 1 ആണെങ്കിൽ അടുത്ത നമ്പർ തന്നെ പറയാം. 1 അല്ലേ ഉള്ളൂ. അപ്പൊ ഇതുവരെ നമുക്കിപ്പോ റെഡിയായി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ടുന്നത്, ഇനി അറിയേണ്ടത്, ഇപ്പൊ നിങ്ങൾ ചോദിക്കും 4ന്റെ എന്തേ പറയാത്തത്? അത് ഞാൻ ലാസ്റ്റിൽ പറയും കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, അടുത്തത് വേണ്ടത് എന്താ? ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് എന്തായി? ഈ കാര്യങ്ങളിൽ നിന്നാണ് ഇപ്പൊ പറഞ്ഞ ഐഡിയ ചെയ്തത് അല്ലെ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നല്ലേ തുടർച്ചയായിട്ട് എഴുതാൻ പറ്റുന്ന കഴിവ് നമ്മൾ നേടിയെടുക്കുക. ആ തുടർച്ചയായ കഴിവ് വെച്ചിട്ട് 1 ആയാലും 2 ആയാലും 3 ആയാലും കൂട്ടുമ്പോൾ തുടർച്ചയായിട്ട് പറഞ്ഞിട്ട് നമുക്കതിന്റെ ആൻസറിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മളവിടെ എത്തുക. ഇനി നോക്കുക, 4ഉം 6ഉം കൂട്ടിയാൽ എത്ര എന്നാണ് നമ്മൾ പഠിക്കുന്നത്. 4ഉം 6ഉം കൂട്ടിയാൽ എത്ര എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് 4ഉം 4ഉം കൂട്ടിയാൽ എത്ര എന്ന് നമ്മൾ എഴുതണം. 4ഉം 4ഉം കൂട്ടിയാൽ നമുക്ക് എത്ര അറിയാം? 8 ആണെന്നറിയാം. 4ഉം 4ഉം കൂട്ടിയാൽ 8 ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ ഈ എത്ര എഴുതുന്നത്? 2 അല്ലേ ഇവിടെ അധികം വരുന്നത്? 2 എണ്ണല്ലേ അധികം വരുന്നത്. അപ്പൊ 8 കഴിഞ്ഞിട്ട് 2 എണ്ണം. അപ്പൊ എത്ര വരും? 9, 10. അപ്പൊ ആൻസർ കിട്ടി 10 എന്ന് കിട്ടി. 7ഉം 9ഉം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എത്ര പഠിക്കണം? 7ഉം 7ഉം എത്രയാണ് പഠിക്കണം? അത് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7ഉം 7ഉം കൂട്ടി നമുക്ക് എത്ര കിട്ടും? 14 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എത്ര അധികം? 7ന്റെ കാട്ടി എത്ര അധികം ഉള്ളത്? 2 എണ്ണം അധികം. അപ്പൊ 14 2ലേക്ക് പോകും. അപ്പൊ എത്ര? 15, 16. അപ്പൊ ആൻസർ കിട്ടിക്കഴിഞ്ഞു നമുക്ക് 16 കിട്ടി. 5ഉം 8ഉം 5ഉം 8ഉം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് 5ഉം 5ഉം എത്ര എന്നാണ് എഴുതുന്നത്. 5ഉം 5ഉം നമുക്ക് എത്ര അറിയാം? 10 ആണെന്നറിയാം. അപ്പൊ 5 8നെക്കാട്ടും 3 എണ്ണം അധികം വരും. 3 എണ്ണം അധികം വരുമ്പോൾ എത്ര കിട്ടും? 10 കഴിഞ്ഞിട്ട് 3 നമ്പർ അപ്പുറത്തേക്ക് 11, 12, 13 എന്ന് പറയുന്ന നമ്പറിലേക്ക് നമ്മൾ വരും അല്ലെ? 10 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 10 കഴിഞ്ഞിട്ട് അടുത്ത 3 നമ്പർ ഏതാ? 11, 12, 13. അത് നമ്മൾ സ്പീഡിൽ പറഞ്ഞു. 6ഉം 7ഉം നോക്ക്, 6ഉം 7ഉം എന്ന് പറയുമ്പോൾ ചെറിയ നമ്പറിനെ എടുക്കുക. ചെറിയ നമ്പർ തന്നെ എടുത്തിട്ട് എത്ര എടുക്കുക? 6ഉം 6ഉം കൂട്ടിയാൽ എത്ര ആണ് എഴുതുക? എത്ര വരിക? 12 ആണ് വരിക. അപ്പൊ ഇവിടെ എത്ര അധികം ഉള്ളത്? 1 അല്ലേ അധികം ഉള്ളത്? 6ഉം 6ഉം കൂട്ടിയില്ലേ നമ്മൾ? 1 അധികം നമ്മൾ അടുത്ത നമ്പർ ആൻസർ. ഇപ്പൊ 12ന്റെ അടുത്ത നമ്പർ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 13 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ 8ഉം 7ഉം അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 7ഉം 7ഉം എടുക്കും. 7ഉം 7ഉം എടുക്കും. തിരിച്ചെഴുതിയാൽ 7ഉം 7ഉം എത്ര കിട്ടും? നമുക്ക് 14 കിട്ടും. 14 കിട്ടും. 14 ആൻസർ ആവും. 7ഉം 7ഉം 14. ഇവിടെ എത്ര അധികം ഉണ്ട്? 1 അധികം ഉണ്ട്. അപ്പൊ 14 അല്ല എത്ര വരും? 15 വരും. 9ഉം 6ഉം. അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ മതി? 6ഉം 6ഉം നോക്കിയാൽ മതി. 6ഉം 6ഉം എത്ര? 12 ഉണ്ട്. അപ്പൊ 6ഉം 9ഉം തമ്മിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്? 3ന്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ 12 അല്ല, പിന്നെ അവിടുന്ന് 3 കൂട്ടും. അപ്പൊ എത്ര കിട്ടും? 13, 14, 15. അപ്പൊ ആൻസർ 15 എന്ന് പറഞ്ഞു കിട്ടും.
ഇവയുടെ വ്യത്യാസം നോക്കിയിട്ട് വലിയ നമ്പർ വരുമ്പോൾ ചെറിയ നമ്പർ വരുമ്പോൾ നമുക്ക് ഈസി വരെയായി 3 വരെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വലിയ നമ്പർ 3-നെക്കാളും വലിയ നമ്പർ വരുമ്പോൾ അല്ലെങ്കിൽ 5-നെക്കാളും കൂടുതൽ വരുന്ന നമ്പർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന്റെ ചെറിയ നമ്പറിന്റെ ഡബിൾ എടുത്തിട്ട് ചെറിയ നമ്പറിന്റെ ഇരട്ടി എടുത്തിട്ട് എത്ര വ്യത്യാസം അവ തമ്മിലുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് എത്ര പറഞ്ഞാൽ ആൻസർ ആയി. അപ്പൊ 8ഉം 5ഉം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെഴുതും 5ഉം 5ഉം നമ്മൾ എഴുതും എത്ര കിട്ടും 10. 5ഉം 5ഉം എഴുതുന്ന കാരണം എന്താണ് ചെറിയ നമ്പർ 5ആണ്. അപ്പൊ 5ഉം 5ഉം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് 10. ബാക്കിയുടെ എത്ര അധികമുണ്ട് 3 അധികമുണ്ട്. അപ്പൊ 10-ൽ 3 അധികം എത്ര കിട്ടും ആൻസർ 10ന്റെ 3 അധികം എന്ന് പറയുമ്പോൾ 11 12 13. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി 13 എന്ന് പറയുന്ന ആൻസർ കിട്ടി. 9ഉം 7ഉം അപ്പൊ നമ്മൾ ആരെടുക്കുക 7ഉം 7ഉം എടുക്കുക. 7ഉം 7ഉം എത്ര വരില്ലേ 14 വരും. 7ഉം 7ഉം 14 വരും. അപ്പൊ പിന്നെ എത്ര അധികമുണ്ട് 7ഉം 9ഉം തമ്മിൽ എത്ര അധികമുണ്ട് 2 അധികമുണ്ട് 9 അല്ലേ. അപ്പൊ 15 16. അപ്പൊ ആൻസർ 16. ഓക്കെ. ഇത് പറയുമ്പോൾ ചില കുട്ടികൾ വിചാരിക്കും സാർ 9ഉം 7ഉം കൂട്ടാൻ നമുക്ക് വേറെ വഴികളില്ലേ 10ഉം 7ഉം കൂട്ടിയാൽ 17 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കുറച്ചാൽ മതി. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ഏതാണോ എളുപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ആ വഴി ഉപയോഗിക്കാം. സമയം കുറച്ചിട്ട് ഏറ്റവും വേഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കാം. 9 കൂട്ടുന്ന സമയത്തും ഏറ്റവും നല്ല വഴി അതാണ്. 9ഉം 7ഉം പറയുമ്പോൾ 10ഉം 7ഉം 17. അപ്പോൾ 1 കുറവായതുകൊണ്ട് 9ഉം 7ഉം കൂട്ടുന്നത് 10ഉം 7ഉം 17. അതിൽ നിന്ന് കുറച്ചാൽ മതി 16. അത് വലുതാ 9ഉം 6ഉം കൂട്ടുമ്പോൾ 10ഉം 6ഉം കൂട്ടിയാൽ 16. അതിൽ നിന്ന് കുറച്ചാൽ മതി 15. അങ്ങനെയും ചെയ്യാം. മാത്തമാറ്റിക്സിൽ അറിയുമെങ്കിൽ ഒരു പ്രോബ്ലം ഒരു രീതിയിൽ മാത്രമല്ല പല രീതിയിൽ നമുക്കത് ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക ഇവിടെ പൊതുവായ രീതി പറയുമ്പോൾ എന്താ പറഞ്ഞത് ഈ 4-നെക്കാട്ടി വലിയ നമ്പറുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ നമ്പറിന്റെ ഇരട്ടി കാണുക. എന്നിട്ട് എത്ര അവർ തമ്മിൽ വ്യത്യാസമുണ്ട് നോക്കുക. എന്നിട്ട് ആ വ്യത്യാസത്തിന്റെ അത്ര കടത്തി പറയാം. ഓക്കെ. പൈഡി മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ഇങ്ങനെ പറഞ്ഞതിൽ നിന്ന് ചില നമ്പറുകൾ വ്യത്യാസങ്ങൾ വരും. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇല്ല ആകെ 2 നമ്പറേ വരുള്ളൂ. ഇപ്പൊ 8ഉം 4ഉം വന്നു വിചാരിച്ചു. 8ഉം 4ഉം വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം 4 കൂട്ടി 4-ലെ ചെറുത് 4ഉം 4ഉം കൂട്ടിയിട്ട് 4 എടുക്കുക. 4ഉം 4ഉം കൂട്ടിയിട്ട് 8 കിട്ടും. ബാക്കിയുടെ 4 വ്യത്യാസം വരും അല്ലെ. 4ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര വരും 4 വരും. അപ്പൊ ഇവിടുന്ന് 4 എണ്ണം അങ്ങോട്ട് പോണ്ടേ 4 വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ 9 10 11 12 ആൻസർ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 4 വന്ന് ഇങ്ങനെ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ 8ന്റെയും 9ന്റെയും കൂടെ 4 വന്നു കഴിഞ്ഞാൽ ആ രീതി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് 2 കേസ് മാത്രമേ വരുന്നുള്ളൂ. 8ഉം 9ഉം വരുന്ന സമയത്ത് 4 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ 8ന്റെ 3 നമുക്ക് പറയാൻ അറിയാലോ 9 10 11 പറയാൻ അറിയാലോ. ഒന്നും കൂടെ അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ എത്ര കിട്ടും 12 കിട്ടും. 8 8 8 4 എന്ന് പറഞ്ഞാൽ 8 അവിടെ ഉണ്ട്. ഇനി എത്ര വേണം 4 ഉണ്ട് ഇവിടെ. 1 2 3 നിങ്ങൾക്ക് അറിയാം. എത്ര 9 10 11 നിങ്ങൾക്ക് അറിയാം. 9 10 11 അറിയാം. അപ്പൊ 4 വരുമ്പോ 9 10 11 12. ആ ഒരു കേസിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി 12 എഴുതിയാൽ. 9ഉം 4ഉം എന്ന് പറയുമ്പോ 9 4 എന്ന് പറയുമ്പോ 3 നിങ്ങൾക്ക് സ്പീഡിൽ പറയാൻ അറിയാം. അതിന്റെ അപ്പുറത്തേക്ക് കൂടെ പറഞ്ഞാൽ മതി. 10 11 12 നിങ്ങൾക്ക് അറിയാം. അപ്പൊ അടുത്തത് 13 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ ആൻസർ എഴുതും. അല്ലെങ്കിൽ 10ഉം 4ഉം കൂട്ടിയിട്ട് 14 എന്ന് അർത്ഥത്തിൽ വരും. ഓക്കെ. അപ്പൊ 4നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്ന് കടത്തി പറഞ്ഞിട്ടും നിങ്ങൾക്ക് അതിന്റെ ആൻസറുകൾ എഴുതാൻ കഴിയും. ഇതൊന്ന് നിങ്ങൾ സ്പീഡാക്കി നോക്കുക. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 1 2 3 ഏത് നമ്പറോട് കൂട്ടാൻ പറഞ്ഞാലും നിങ്ങൾ സ്പീഡിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൂട്ടേണ്ടതേ ഉള്ളൂ. ഇനി അതിനേക്കാൾ മുകളിലുള്ള നമ്പർ വരുമ്പോ ഇപ്പൊ 4 6 വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ചെറിയ നമ്പറിന്റെ ഇരട്ടി എടുത്തിട്ട് ഇത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അതിനങ്ങോട്ട് കടത്തി പറയാം. ഇപ്പൊ 4ഉം 6ഉം 4ഉം 4ഉം 8 ചെറിയ നമ്പറിന്റെ ഡബിൾ എടുത്തിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര 2 ഉണ്ട്. അപ്പൊ 8 കിട്ടിയിട്ട് 2 കടത്തി പറയാം. ഓക്കെ. അപ്പൊ 4ന്റെ ഇരട്ടി എഴുതുക 8 2 കടത്തി പറയാം 9 10. കാരണം 2 കടത്തി പറയുന്നത് ഇവിടെ 2 അധികം ഉണ്ടായത്. നോക്ക് 7ഉം 9ഉം 7ന്റെ ഡബിൾ എടുക്കുക 14 2 കടത്തി പറയാം. 2 കടത്തിയിട്ടില്ല 9 ഉള്ളത് 2 കടത്തി പറയാം. ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ കിട്ടി. 5ഉം 8ഉം 5ന്റെ ഡബിൾ എടുക്കുക 10. ഇവിടെ എത്ര അധികം ഉണ്ട് 3 അധികം ഉണ്ട് അല്ലെ. അപ്പൊ 3 കടത്തി പറയാം. ഓക്കെ. അപ്പൊ ചെറിയ നമ്പറിന്റെ ഡബിൾ എടുത്തിട്ട് അവര് തമ്മിലുള്ള വ്യത്യാസം
കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അതാ 8ഉം 7ഉം 7ന്റെ ഡബിൾ 14, ഒന്നധികം ഉണ്ട് അല്ലെ? അപ്പൊ ഒന്ന് കടത്തി പറയാം. 9ഉം 6ഉം 6ന്റെ ഡബിൾ എടുക്കുക 12, 3 വ്യത്യാസമുണ്ട്. അപ്പൊ 3 കടത്തി പറയാം. ഓക്കെ, അപ്പൊ എത്ര വ്യത്യാസം ഉണ്ട് നോക്കിയിട്ട് അത് കടത്തി പറയാം. ചെറിയ നമ്പറിന്റെ ഡബിൾ എടുക്കുക, അപ്പൊ നിങ്ങൾക്ക് എല്ലാം കിട്ടും. പിന്നെ 8ഉം 4ഉം 9ഉം 4ഉം വരുന്ന കേസാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് അധികം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ 18 വരെ 9ന്റെ വരെയുള്ള കൂട്ടലുകൾ ഏതും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പുതിയ ട്രിക്കുമായി വീണ്ടും കാണാം. ബൈ.